ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കുന്നത് ഇതേപോലത്തെ ദുപ്പട്ട ബ്രൈഡ്സിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു ദുപ്പട്ട എങ്ങനെയാണ് നമുക്ക് വീട്ടിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ റേറ്റൊക്കെ ഒന്ന് കുറച്ചിട്ട് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ 2 മീറ്റർ നെറ്റാണ് എടുത്തിട്ടുള്ളത്. 2 മീറ്റർ മതിയാവും. നല്ല ഹൈറ്റുള്ളവർക്കൊക്കെ ആണെങ്കിൽ 2.5 മീറ്റർ എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 2.5 മീറ്ററാണ് എടുത്തിട്ടുള്ളത്. അപ്പം നമുക്ക് ഇതിൻ്റെ സൈഡിൽ ലേസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ ബാക്ക് സൈഡൊക്കെ അത്ര വൃത്തിയിലിരിക്കില്ല. അപ്പം നമുക്ക് അതിൻ്റെ ബാക്കിലായിട്ട് ഇതേപോലെ ഒരു ലൈനിങ് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. നീളത്തിൽ ഈ ഒരു ലേസിൻ്റെ വീതിയിലുള്ള ലൈനിങ് കട്ട് ചെയ്തെടുത്തിട്ട് ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. എന്നിട്ടാണ് നമ്മൾ ഈ മെയിനായിട്ടുള്ള ലേസസൊക്കെ അതിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതെങ്ങനെ, അപ്പോൾ നമ്മൾ തമ്പനയിലിൽ കണ്ട പോലെ ഈ ഒരു ലേസാണ് ഫസ്റ്റ് വെച്ച് കൊടുക്കേണ്ടത്. അതേപോലെ ഫസ്റ്റ് വരേണ്ടത് കേട്ടോ. പിന്നെ ഈ ഒരു ലേസാണ് വരേണ്ടത്. ഈ ഒരു രീതിയിലാണ് കസ്റ്റമർ ഫോട്ടോ അയച്ച് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതേപോലെ ചെയ്തു തരാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ ലൈനിങ്ങിന് വാങ്ങിയിട്ടുള്ള ആ ഒരു പീസ് എടുക്കാം. അപ്പോൾ ഞാനിവിടെ ലൈനിങ്ങിന് 1 മീറ്റർ എടുത്തിട്ടുള്ളൂ ക്ലോത്ത്, കാരണം നീളത്തിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാനുള്ളതുകൊണ്ട്. പിന്നെ ഞാനിവിടെ കുറച്ച് മുത്ത് വാങ്ങിയിട്ടുണ്ട്, പേൾസ് വാങ്ങിയിട്ടുണ്ട്. അത് നമുക്ക് നെറ്റിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ലൈനിങ്ങിൻ്റെ 1 മീറ്റർ ലൈനിങ് നമുക്ക് നീളത്തിൽ നമ്മുടെ ഈ ഒരു ലേസിൻ്റെ വീതിക്കനുസരിച്ചുള്ള പീസസ് ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. 1/2 ഇഞ്ച് 2 സൈഡിലും തയ്യൽ തുമ്പ് ഇട്ടിട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി ലൈനിങ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ ഇതാ ലൈനിങ്ങിൻ്റെ പീസ് ഞാനിങ്ങനെ 4ആയിട്ട് മടക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ആ ഒരു ലേസിൻ്റെ വീതിയിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് 2 സൈഡിലും ആക്കിയിട്ട് എടുത്തിട്ട് ഇതേപോലെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാണ്ട് ചെയ്യുന്നത്, കട്ട് ചെയ്തിട്ട്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഉള്ളിലേക്ക് നല്ല വശം കാണുന്നത് പോലെ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തുകയാണ്. എന്നിട്ട് അതിനെ ഇങ്ങനെ ഇങ്ങോട്ട് മറിച്ചെടുത്തിട്ട് ആ ഒരു ഭാഗം കൂടെ ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ട് ലൈനിങ്ങിൻ്റെ ആ ഒരു തുമ്പ് ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ട് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. വീഡിയോയിൽ ശരിക്കൊന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് ചെയ്തിട്ടുള്ളതെന്ന്. അങ്ങനെ ഫുള്ളായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അങ്ങനെ അതൊക്കെ നമ്മൾ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ ശേഷം നമുക്ക് ഇതേപോലെ നമ്മുടെ ഫസ്റ്റ് കാണുന്ന ആ ഒരു ലേസാണ് കേട്ടോ അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ ഒരു ലേസ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ വേണം ആ ഉള്ളിലുള്ള ലേസ് വെക്കാൻ. അല്ലെങ്കിൽ ആ ഒരു ലേസിൻ്റെ കുറേ ഭാഗങ്ങൾ നമുക്ക് ഈ ഒരു ലേസിൻ്റെ മേലെ ഉള്ളിൽ വിട്ടുപോകും. അതുകൊണ്ടാണ് ഇങ്ങനെ ഫസ്റ്റ് ഈ ഒരു ലേസ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. ഇനി നമ്മുടെ മെയിനായിട്ടുള്ള ആ ഒരു ലേസ് ഉണ്ടല്ലോ, സിൽവർ കളറിലുള്ള ലേസ്, നമുക്കിതിൻ്റെ മുകളിൽ ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഉൾവശമാണ് കേട്ടോ ആദ്യം സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. കാരണം നമ്മുടെ ലൈനിങ് ഈ വശം അടിച്ചെടുത്താൽ ചിലപ്പം ലൈനിങ് പുറത്തേക്ക് കാണാൻ സാധ്യതയുണ്ട്. അപ്പോൾ ലൈനിങ്ങിനെ മറച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു ലേസ് വെച്ച് കൊടുക്കാം ആദ്യം. പിന്നീട് ഒന്ന് ഇങ്ങോട്ട് വലിച്ച് പിടിച്ചിട്ട് നമുക്ക് ഈ ഒരു ഭാഗം കൂടി അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് നല്ല വൃത്തിയായിട്ട് കിട്ടിക്കോളൂ കേട്ടോ. അപ്പോൾ ഇതേപോലെ ഉള്ളിലെ സൈഡ് ഭാഗം നമുക്ക് ആദ്യം സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ ഞാൻ എല്ലാ സൈഡും ഇതേപോലെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് ഫിനിഷിങ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ ഈ ഒരു ഫ്രണ്ടിലത്തെ ഈ ഒരു ഹെഡിലിടുമ്പോൾ മുഖത്തേക്കൊക്കെ ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ഇതിൻ്റെ ലെങ്ത്ത് കുറക്കാം കേട്ടോ. അങ്ങനെ കുറച്ച് ലെങ്ത്ത് ഞാനിത് കട്ട് ചെയ്തിട്ട് ഒഴിവാക്കാം കേട്ടോ ചെയ്യുന്നത്. ഇനി ഞാൻ ആദ്യം കാണിച്ചു തരുന്ന ആ ഒരു പേൾസ് ഫെവിക്രിൽ കൊണ്ട് ഈ ഒരു നെറ്റിൽ ഫുള്ളായിട്ട് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ അതൊരു കുറച്ച് സ്പേസ് വിട്ടിട്ട് അങ്ങനെ വരിക്ക ഒട്ടിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പേപ്പർ വിരിച്ചിട്ട് അതിൻ്റെ മുകളിൽ നമ്മുടെ നെറ്റ് വെച്ചിട്ട്
അങ്ങനെ ഫുള്ളായിട്ട് സ്റ്റിക്ക് ചെയ്തെടുക്കാം കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ദുപ്പട്ട റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫൈനലായിട്ട് നമ്മൾ എടുത്തിരുന്ന വീഡിയോ നമ്മുടെ അടുത്ത് നിന്ന് മിസ്സായിപ്പോയി, അതുകൊണ്ട് അത് ആഡ് ചെയ്യാൻ പറ്റിയില്ല. പകരം നമ്മൾ ബ്രൈഡ് ഇട്ടിട്ടുള്ള ഫോട്ടോസ് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കൂ. ബ്രൈഡ് വിയർ ചെയ്തിട്ടുള്ള നിക്കാഹ് ദുപ്പട്ടയും നമ്മൾ തന്നെ ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കസ്റ്റമൈസ്ഡ് ആണ്. ആവശ്യമുള്ളവർ ഒന്ന് കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.